കേരളത്തിൽ 2023 ഡോക്ടർ വന്ദന ദാസിനെ ഡ്യൂട്ടി ചെയ്യുന്നതിൻ്റെ ഇടയിൽ വളരെ ക്രൂരമായി കൊലപ്പെടുത്തിയതുപോലെ തന്നെ കൊൽക്കത്തയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വേറൊരു പൊന്നോമന പുത്രിയെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന PG ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുന്നു. രോഷാകുലരായ ജനങ്ങൾ ഇന്ന് തെരുവിലാണ്. കഠിന ശിക്ഷകളും പലതരം നിയമ പരിഷ്കാരങ്ങളും കുറേയധികം വാഗ്ദാനങ്ങൾ നിലനിൽക്കെ തന്നെയാണ് ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ നിത്യസംഭവങ്ങളായി മാറിയിരിക്കുന്നത്. അടുത്ത ന്യൂസ്, ഞാനിത് പറയുന്നതിൻ്റെ ഇടയിൽ അടുത്ത ന്യൂസ് വന്നിരിക്കുന്നു. ഉത്തരാഖണ്ഡിൽ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങിയ ഒരു നഴ്സിനെ ബലാത്സംഗം ചെയ്ത് കൊന്നു തള്ളിയിരിക്കുന്നു. മൃതദേഹം കണ്ടെത്തുന്നത് 9 ദിവസങ്ങൾക്ക് ശേഷമാണ് പോലും. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 78 വർഷങ്ങൾ പിന്നിട്ടിട്ടും നമ്മുടെ സ്ത്രീകൾ, അതിന് പിഞ്ചു മക്കളായിക്കോട്ടെ അമ്മൂമ്മമാരായിക്കോട്ടെ, ഈ ഇന്ത്യൻ സമൂഹത്തിൽ സേഫ് അല്ല, അവർ സുരക്ഷിതരല്ല. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നൊക്കെ വിളിച്ചു പറയുന്നവർ ഇതൊക്കെ ഇലക്ഷൻ സമയത്ത് മാത്രം ഉണ്ടാകുന്ന ചില പൊള്ളയായ വാഗ്ദാനങ്ങളിൽ ഒന്നു മാത്രമാണ്. ദേ ആർ നോട്ട് സേഫ് ഈവൻ ആഫ്റ്റർ എഡ്യൂക്കേഷൻ. ഈ കഴുകന്മാരെ ആര് തൂക്കിലേറ്റും, ആര് പിടിച്ചു കെട്ടും? പഠാനെ കെ ബാദ് ആപ് ഉൻകോ മാർ ദേത്തെ ഹെ, കോൻ ഉൻകോ ബച്ചായേഗ? റേപ്പുകളുടെ കണക്കുകൾ പറയുകയാണെങ്കിൽ 2022 31,000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യാത്തവയുടെ കണക്കെടുക്കുകയാണെങ്കിൽ വളരെ ഭയാനകമായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇന്ത്യയിൽ റേപ്പ് കേസുകൾ ആരും തന്നെ റിപ്പോർട്ട് ചെയ്യലില്ല. കാരണം അവിടെ ഒന്നും സംഭവിക്കലില്ല. ഇന്ത്യയിൽ ഓരോ 20 മിനിറ്റിലും ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ റേപ്പിസ്റ്റുകൾ പിടിക്കപ്പെട്ടാലും അറസ്റ്റ് ചെയ്യപ്പെട്ടാലും അവരുടെ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടാൽ പോലും പ്രത്യേകിച്ചൊന്നും നടക്കാറില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അത് ഈ രാക്ഷസന്മാർക്കും നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്. ഈ കഴുകന്മാർക്ക് ഇന്ത്യൻ നിയമത്തെ പേടിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുസ്ഥിരതയോടെയും കണിശമായും ശിക്ഷകൾ നടപ്പാക്കിയതായി നമ്മുടെ അറിവിൽ ഇതുവരെ കണ്ടിട്ടില്ല. ആകെ 10% കേസുകളിലാണ് ശിക്ഷ നടപ്പാക്കിയിട്ടുള്ളത് എന്നാണ് NRCBയുടെ കണക്ക് പറയുന്നത്. ബാക്കിയുള്ളവർ സമൂഹത്തിൽ ഫ്രീ ആണ്, അല്ലെങ്കിൽ അവർ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട്. കാൽക്കത്തയിൽ RG-കർ മെഡിക്കൽ കോളേജിൽ 2ാം വർഷ PG വിദ്യാർത്ഥിനി 36 മണിക്കൂർ ഡ്യൂട്ടി ചെയ്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കണമെന്ന് കരുതി സെമിനാർ ഹാളിലോട്ട് പോയതാണ്. രാത്രി 2 മണി. ഡ്യൂട്ടിയിലുള്ള മറ്റ് ഡോക്ടേഴ്സിൻ്റെ കൂടെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാൻ, കുറച്ച് പഠിത്തവുമാവാമെന്ന് കരുതിയിട്ടാണ് അവർ ആ റൂമിലോട്ട് പോകുന്നത്. അതിനു മുമ്പ് അമ്മക്ക് ഫോൺ വിളിക്കുന്നു. അമ്മേ, ഞാൻ ഭക്ഷണം കഴിച്ചു, ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഭക്ഷണം കഴിച്ചു, നിങ്ങളും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ, ഞാൻ രാവിലെ വിളിക്കാമെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. എന്നിട്ട് ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് പാവം ഒരു മൂലയിൽ പഠിക്കാൻ വേണ്ടി കുറച്ച് റെസ്റ്റ് എടുക്കണമെന്ന് കരുതിയിട്ടാണ് അവർ പോകുന്നത്. 36 മണിക്കൂറല്ല 48 മണിക്കൂർ ഡ്യൂട്ടി ചെയ്താലും ഒരു സൗകര്യമുള്ള, സുരക്ഷിതമുള്ള, ലോക്കുള്ള ഡ്യൂട്ടി റൂംസ് ഒന്നും തന്നെ നമ്മുടെ ഡോക്ടേഴ്സിന് ഡ്യൂട്ടി റൂമുകളായിട്ട് എവിടെയും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടായിരിക്കുമല്ലോ ആ പാവം സെമിനാർ റൂം സേഫ് ആയിരിക്കും, അവിടെ ആരും വരില്ല, അവിടെ കുറച്ച് പഠിക്കുകയും ചെയ്യാം, കുറച്ച് റെസ്റ്റ് എടുക്കുകയും ചെയ്യാമെന്ന് കരുതി ആ രാത്രി 2 മണിക്ക് അങ്ങോട്ട് പോകുന്നത്. പക്ഷേ ഓഗസ്റ്റ് 9, 2024 രാവിലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ട ദേഹമാസകല മുറിവുകളും ലൈംഗിക പീഡനങ്ങൾക്കും ഇരയായ ഒരു ശരീരത്തെയാണ് അവിടെ കാണാൻ പറ്റുന്നത്. വീട്ടിലുള്ളവർക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിളിച്ചിട്ട് പറയുകയാണ്, 7 മണിക്ക് വിളിച്ചിട്ട് ഫോൺ ചെയ്ത് പറയുകയാണ്, നിങ്ങളുടെ മകൾ സൂയിസൈഡ് ചെയ്തിരിക്കുന്നുവെന്ന്. ആ മാതാപിതാക്കൾക്ക് അത് കേട്ടിട്ട് തനിച്ച് സഞ്ചരിച്ച് വരാനുള്ള സ്ഥിതിയിലല്ല, അവർക്ക് അതിനുള്ള മനോധൈര്യം ഉണ്ടാവില്ലല്ലോ, ഉറപ്പല്ലേ. അവർ അയൽവക്കത്തുള്ളവരെയും കൂട്ടി ഹോസ്പിറ്റലിൽ എത്തുന്നു. അവർ മകളുടെ ബോഡി കാണാൻ വേണ്ടി ഇവരോട് യാചിച്ച് പറയുന്നു. പക്ഷെ 3 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവർക്ക് ബോഡി കാണിച്ചു കൊടുക്കുന്നത്. ബോഡി അർദ്ധനഗ്നയായ രീതിയിൽ, ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ക്രൂര പീഡനങ്ങൾക്കിരയായ ഒരു ബോഡിയാണ് ആ ഫാദർ കാണുന്നത്. ആ ഫാദറിന് ഒരു ഫോട്ടോ എടുക്കാൻ മാത്രം അവർ അനുവാദം കൊടുക്കുന്നു. അത് കഴിഞ്ഞ ഫാദർ പുറത്തു വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വിവരവും ആ മാതാപിതാക്കൾക്ക് അവർ 3 മണിക്കൂർ നേരം നിന്നിട്ട് ഒന്നും തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തില്ല. ഏക മകളാണ്, വളർത്തി വലുതാക്കി +2
UG നീറ്റ്, MBBS, PG നീറ്റ്, അവസാനം MD സെക്കൻഡ് ഇയറിൽ 31 വർഷത്തിൻ്റെ സ്വപ്നമാണ് അന്ന് തകർന്നടിഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം കഠിനമാണ് ഈ കാര്യങ്ങളൊക്കെ, എത്രമാത്രം നിരുത്തരവാദിത്തമാണ് ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത്. അവസാനം ഒരു സഞ്ജയ് റോയ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഒരു ബ്ലൂടൂത്തിൻ്റെ തെളിവിൽ ഒറ്റ ആളിൽ മാത്രം മൊത്തം ക്രൂരകൃത്യങ്ങളെ ഒറ്റ ആളിൽ തീർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് എല്ലാവരും ഞെട്ടുന്നത്. അതിൽ ഒരു കൂട്ട ബലാത്സംഗത്തിൻ്റെ മുഴുവൻ തെളിവുകളും പുറത്തു വന്നു. ക്രൈം സീൻ നടന്നതിന് അടുത്ത് തന്നെ കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ അടുത്ത ഭാഗങ്ങളൊക്കെ അവർ പൊളിച്ചു തുടങ്ങി എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഹൈക്കോടതി ഇടപെട്ടത് നിർത്തിവെക്കുകയും ചെയ്തു. ഡോക്ടേഴ്സിൻ്റെ പ്രതിഷേധം കടുത്തപ്പോൾ അന്വേഷണം ബംഗാൾ പോലീസിൽ നിന്ന് CBIയിലോട്ട് മാറ്റിക്കിട്ടി. 78ാമത്തെ സ്വാതന്ത്ര്യദിനം രാജ്യം ആഘോഷിക്കാൻ ഒരുങ്ങുന്നതിൻ്റെ തലേന്നാണ് സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സിനെതിരെ രാത്രി 12 മണിക്ക് 7000ന്റെ മേലെ വരുന്ന ഗുണ്ടാ സംഘം കുടിച്ചു കൂത്താടി മാരക ആയുധങ്ങളുമായി ചാടി വീഴുന്നത്. ഡോക്ടേഴ്സും ഫുൾ മെഡിക്കൽ സ്റ്റാഫുമാണ് അവിടെ ക്യാൻഡിൽ ലൈറ്റ് പ്രതിഷേധം നടത്തുന്നത്. പോലീസ് പ്രതിഷേധിക്കുന്നവരെ സംരക്ഷിക്കുന്നതിന് പകരം സ്വയം രക്ഷ തേടി അവർ ഓടി ഒളിക്കുകയാണ് ചെയ്യുന്നത്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റും ബാക്കി പല ഡിപ്പാർട്ട്മെൻറ്റും അടിച്ച് തകർക്കുന്നു. ഇത് പ്ലാൻഡ് അറ്റാക്ക് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ കരുതുന്നുണ്ടോ? രാത്രി 12 മണിക്ക് ഇത്രയും ആൾക്കാരെ, 7000ന്റെ മേലെ ആൾക്കാരെ, ഗുണ്ടാ സംഘത്തെ വലിയ വലിയ ലോറികളിൽ കുത്തി നിറച്ച് അവിടെ കൊണ്ട് നിറക്കി ഹോസ്പിറ്റലിൽ കയറി ഈ ഡോക്ടേഴ്സിനെയും ഈ സ്റ്റാഫുകളെയും ഒക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉള്ള എല്ലാ മാരക ആയുധങ്ങളുമായി വരുന്ന ഒരു സംഘം, ഇത് പ്ലാൻഡ് അല്ലേ? എന്തുകൊണ്ടാണ് ഈ ഗുണ്ടാ സംഘം ഹോസ്പിറ്റലിൽ കയറിയത്? എവിടെയാണ് സുരക്ഷാ സന്നാഹങ്ങൾ? ഇന്ത്യ ശരിക്കും സ്വതന്ത്ര രാജ്യമാണോ എന്ന് ആലോചിച്ചു പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ്. ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും പ്രതിഷേധിക്കുന്ന സ്ത്രീ ഡോക്ടേഴ്സിനും സ്റ്റാഫുകൾക്കുമെതിരെ ആഞ്ഞടിക്കാൻ, അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ആ മോബ്, ഇതിൻ്റെ പിന്നിൽ ആരാണ്? എന്താണ് ഇന്ത്യയുടെ ഈ പ്രിയപ്പെട്ട ഈ 31 വയസ്സുള്ള ഡോക്ടർ എന്ത് കുറ്റമാണ് ചെയ്തത്? ആരാണ് ഇതിന് പിന്നിൽ? എന്താണ് ഇന്ത്യയുടെ ഈ പ്രിയപുത്രി ചെയ്ത കുറ്റം? എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സിൻ്റെ സുരക്ഷ ഇതുവരെ ഇന്ത്യക്കാർക്ക്, ഇന്ത്യൻ ഭരണകൂടത്തിന് ഉറപ്പുവരുത്താൻ കഴിയാത്തത്? ഇത് ഇന്ത്യയിലെ ഓരോ സ്ത്രീയുടെയും പ്രശ്നം തന്നെയാണ്. ഡോക്ടേഴ്സിൻ്റെ പ്രശ്നം മാത്രമല്ല. സ്ത്രീകൾക്ക് സുരക്ഷ വേണം, നീതി വേണം, അത് എത്രയും പെട്ടെന്ന് വേണം. ഇത്രയും ക്രൂരമായ റേപ്പ് കേസുകൾ ഇങ്ങനെ ഓരോന്നായി പുറത്തു വരുമ്പോൾ റേപ്പിസ്റ്റുകളെ ഞങ്ങൾക്ക് വിട്ടുതരൂ എന്ന് ഞാനും നിങ്ങളുമൊക്കെ വിളിച്ച് പറയാറുണ്ടല്ലോ അല്ലേ? ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്തോളാം, ഞങ്ങൾ സ്ത്രീകൾക്ക് വിട്ടുതരൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഫാദേഴ്സിന് വിട്ടുതരൂ, ഞങ്ങൾ ബ്രദേഴ്സിന് വിട്ടുതരൂ, ഞങ്ങൾ കൈകാര്യം ചെയ്യാമെന്നൊക്കെ എല്ലാവരും വിളിച്ചു പറയുന്നുണ്ട്. നീതിപീഠത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്ന് നമ്മുടെ സമൂഹത്തിന് മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ പിറകിലുള്ള യാഥാർത്ഥ്യം. ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് തന്നെയാണ് എനിക്കും നിങ്ങൾക്കും തോന്നുന്നത്, പൊതുസമൂഹത്തിന് തോന്നുന്നത്, അമ്മമാർക്ക് തോന്നുന്നത്, അച്ഛന്മാർക്ക് തോന്നുന്നത്, ആങ്ങളമാർക്ക് തോന്നുന്നത്, ചെറിയ കുട്ടികൾക്കടക്കം തോന്നുന്നുണ്ട്. ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, നിങ്ങളെ കൊണ്ടൊന്നും നടക്കില്ല എന്നുള്ളത്. അതായത് നമുക്ക് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമില്ലാതായിട്ടുണ്ട്. ഇത് ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു കഥയായി മാറും. ഇന്ന് ഇതാണെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മളത് മറക്കും. പിന്നെ വേറെ പുതിയ സംഭവം വരുമ്പോൾ അതിൻ്റെ പിറകെ ഇതുപോലെ 2-3 ആഴ്ച. ഗോവിന്ദചാമികളൊക്കെ നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന തെളിവുകളാണ്. കുറ്റങ്ങളും കുറവുകളും ഉള്ളത് കൊണ്ടാണല്ലോ പൊതുസമൂഹം റേപ്പിസ്റ്റുകളെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നിങ്ങനെ വിളിച്ചു പറയുന്നത്. നിയമവ്യവസ്ഥ നാണിച്ച് തലകുനിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. 2002 ഗുജറാത്ത് കലാപത്തിൽ അന്ന് അവർക്ക് 21 വയസ്സ് പ്രായമാണുള്ളത്. ബിൽക്കീസ് ബാനു അവരെ കൂട്ടബലാത്സംഗം ചെയ്ത ക്രിമിനൽസിനെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. പറയാതെ വയ്യ. എന്താണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുക? എനിക്കും നിങ്ങൾക്കും എന്താണ് ചെയ്യാൻ പറ്റുക? സോഷ്യൽ മീഡിയ വളരെ പവർഫുള്ളാണ്. നിങ്ങളുടെ പ്രതിഷേധം വീടുകളിൽ ഇരുന്ന് നിങ്ങൾ പ്രതിഷേധിക്കുക. ഡോക്ടേഴ്സ് നടത്തുന്ന ഈ പോരാട്ടത്തിൽ നിങ്ങളും പങ്കാളികളാവുക.
നിങ്ങളവരെ സപ്പോർട്ട് ചെയ്യുക. നിർഭയ 1, 2 എന്ന് പേരിട്ടിട്ട് കാര്യമില്ല. ഇവിടെ നിർഭയ, കണക്കറ്റ നിർഭയമാരുണ്ട്, കണക്കില്ല. നിർഭയമാർക്കൊരു കണക്കില്ല. ഞാനിന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എത്രയോ പെൺകുട്ടികൾ പീഡനത്തിന് ഇരയാവുന്നുണ്ടാവും. അതാണ് സത്യം. അതുകൊണ്ട് പ്ലീസ് ഫൈറ്റ് ഫോർ ജസ്റ്റിസ്, ഫൈറ്റ് ഫോർ അവർ റൈറ്റ്സ്. നമുക്ക് രക്ഷ വേണം, സുരക്ഷ വേണം. നമ്മുടെ സുരക്ഷ ആരാണ് ഉറപ്പുവരുത്തേണ്ടത്? ഡോക്ടേഴ്സിനെതിരെ, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ക്രൂര പീഡനങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ പോരാട്ടവും ഞങ്ങൾ അവസാനിപ്പിക്കില്ല. ഞാൻ ഡോക്ടർ ഐഷബി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.